ഫ്രണ്ട്സ് മുക്താറാണ്. അങ്ങനെ വീണ്ടും നമ്മുടെ കാർ ക്ലബിലേക്ക് വന്നിട്ടുണ്ട്. ഒരു 2 ആഴ്ച മുന്നേ നമ്മൾ വീഡിയോ ഇട്ടിട്ട് എങ്ങനെയുണ്ട് റെസ്പോണ്ട്? എങ്ങനെയുണ്ട്? അടിപൊളി റെസ്പോണ്ട് ആണ്. കാരണം നല്ല പ്രൈസ്, നല്ല വില കുറച്ചിട്ട് നല്ല ക്വാളിറ്റി വണ്ടികൾ പാകത്തിന് കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാർ എന്തായാലും വരും അല്ലേ? ഈ പ്രാവശ്യം നിങ്ങൾ എന്നെ വിളിച്ചു വരുത്തിയതാണ്. ഓഫർ ഉണ്ടോ? ഓഫർ ഉണ്ട്. എന്താണ്? എല്ലാ വണ്ടിക്കും ഓഫറാണ്. നമുക്ക് ജസ്റ്റ് ഇപ്പൊ ഒരുപാട് ആൾക്കാർ ഒരുപാട് വണ്ടികളൊന്നുമില്ല, ഏറി പോലെ ഒരു 10-12 വണ്ടിയുള്ളൂ. പക്ഷെ ആ ഒരു വണ്ടിക്കൊക്കെ നല്ല പ്രൈസ് കുറവാണ്. ഒന്നും വേണ്ട, 2020 മോഡല് ക്രിസ്റ്റ, നമ്മളെ G4 അല്ല, GX ആണ്. അത് BS6 മോഡൽ വരുന്ന വണ്ടിയാണ്. അത് 1,30,000 കിലോമീറ്റർ ഓടിന്. അത് നമുക്ക് 14,60,000 NOC കൊടുക്കാം. 14,60,000 രൂപയ്ക്ക്. ഇനി വേണ്ട, 2019 മോഡൽ ഓട്ടോമാറ്റിക് വരുന്നുണ്ട്. വെറും 60,000 കിലോമീറ്റർ ഓടിയ വണ്ടി. വെറും 60,000 കിലോമീറ്റർ ഓടിയ വണ്ടി നമുക്കൊരു 14,80,000 രൂപ കൊടുക്കാം. 14,85. വേണ്ട, ഇനി ഒരൊറ്റ ഐഡിയ കൂടി പറഞ്ഞതാ. ക്രെറ്റ വരുന്നുണ്ട് 2018 മോഡൽ. 18 മോഡൽ SX ഓപ്ഷൻ. നമുക്ക് 8,70,000 രൂപ. 8,70,000 ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക്. 2 ആഴ്ചയോട് ഇവിടെയുള്ള എല്ലാ വണ്ടികളും തീർന്ന് പുതിയ വണ്ടി സ്റ്റോക്ക് അപ്ഡേഷൻ ചെയ്യണമെങ്കിൽ ജനങ്ങൾ എത്രത്തോളം നിങ്ങളെ സ്വീകരിച്ചെന്ന് വണ്ടിന്റെ ക്വാളിറ്റി മുപ്പര് പറഞ്ഞതെന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ എന്നോട് തുടക്കം തന്നെ പറഞ്ഞ എന്താ പറയുക, സ്പീഡിലൊന്നും പറയണ്ട, ആൾക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് ഒരു വന്നിട്ട് എടുത്താൽ മതി എന്നുള്ള ആ ഒരൊറ്റ കണ്ടീഷനാണ് മൂപ്പരിനോട് പറഞ്ഞത്. നമ്മളെ കറക്റ്റ് സ്പോട്ട് ഇവിടെ വരുന്നത് കണ്ണൂര് അഴീക്കോട് പുതപ്പാറ എന്ന് പറയും. അപ്പൊ എന്തായാലും ഇതാ കാർ ക്ലബിന്റെ നമ്പർ അടി ഞാൻ കൊടുക്കാം. പിന്നെ ഞാൻ എല്ലാ വീഡിയോയിലും എവിടുന്ന് ഞാൻ പറയുന്ന ഒരു സംഗതിയാണ്, പക്ഷെ ഇവിടെ പറയേണ്ട ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നുന്നത്. എന്നാലും ഞാൻ പറയാണ്, വണ്ടി എടുക്കുമ്പോൾ പൂർണ്ണമായും ചെക്ക് ചെയ്യാം, സാറ്റിസ്ഫൈഡ് ആയിട്ട് മാത്രം വണ്ടി എടുക്കാം. അടുത്ത് തന്നെ ടൊയോട്ടയുടെ ഷോറൂം ഉണ്ട്. നിങ്ങൾക്ക് എവിടെയാണോ പോണേ അവിടെ പോയിട്ട് ചെക്ക് ചെയ്യാം. ഇനി വർഷാപ്പുള്ള വേണം, അങ്ങനെ വേണം, അങ്ങനെ ചെക്ക് ചെയ്യാം. കാർ വിൽക്കുന്ന ഉത്തരവാദിത്തം മൂപ്പരതാണ്. വണ്ടി കാണിക്കുന്ന ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഉത്തരവാദിത്തം എനിക്കാണ്. വണ്ടി എടുക്കുന്നത് നിങ്ങളാണ്, നിങ്ങളെ പൈസ ആണ്, അത് നിങ്ങൾ ചെക്ക് ചെയ്ത ഉത്തരവാദിത്തം നിങ്ങൾക്കുള്ള. നിങ്ങൾക്ക് എന്തൊരു ഉത്തരവാദിത്തം വേണ്ടേ? ഷംസീർ ഭായ്, നമുക്ക് എന്നാ തുടങ്ങല്ലേ? പൂരം കൊടിയേറാൻ പോവാണ്. നമുക്ക് ഫസ്റ്റ് തന്നെ ഈ ഒരു ക്രെറ്റ എന്നാണ് തുടങ്ങാം. ക്രെറ്റ ഓട്ടോമാറ്റിക് അല്ലേ വരുന്നത്? ഓട്ടോമാറ്റിക്. ഏതാ മോഡല്? ഇത് 2020 SX 1.6 ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക്. SX 1.6 ഡീസൽ ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക്. അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ഇന്ത്യയിൽ. ഓൺഷിപ്പ് ആയിരുന്നത് സിംഗിൾ ഓൺഷിപ്പ്. കിലോമീറ്റർ 65,000 കിലോമീറ്റർ. റീപ്ലേസ് എന്തെങ്കിലും? ഒന്നും റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ്. നമുക്ക് ലാസ്റ്റ് ഫൈനലി ലാസ്റ്റ് ഫൈനൽ നമുക്ക് 11 രൂപ NOC കൊടുക്കാം. 11 ലക്ഷം റുപ്യക്ക് വിത്ത് NOC നമുക്ക് കൊടുക്കാം. ഓക്കെ, ഇനി അതേപോലെ തന്നെ 11 ലക്ഷം റുപ്യ നിങ്ങളുടെ കയ്യിലില്ല, കറക്റ്റ് തന്നെ വേണം, നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് തന്നെ വേണം, സൺറൂഫ് ഉള്ള ടൈപ്പ് തന്നെ വേണമെങ്കിൽ ഇതാ 2018 മോഡൽ ഉണ്ട്. അതൊരു വൈറ്റ് കളറിലേക്ക് നോക്കുകയാണെങ്കിൽ SX അല്ല പറഞ്ഞത്, സെയിം വണ്ടി 1.6 ആണ്. ഡീസൽ ആയതുകൊണ്ട് തന്നെ എന്തായാലും ഒരു 20 മൈലേജ് എന്തായാലും കിട്ടും. പിന്നെ 1.6 അല്ല ഇറങ്ങുന്നത്, ഇപ്പൊ 1.5 ആണ്. 1.4 ഇറങ്ങുന്നില്ല, 1.5 ഇറങ്ങുന്നത്. നല്ല വൃത്തിയുള്ള നല്ല നീറ്റ് ആൻഡ് ക്ലീൻ കണ്ടീഷൻ വണ്ടി. സത്യം പറഞ്ഞാൽ എന്റെ ഒരു ഫേവറേറ്റ് വണ്ടിയാണ് ക്രെറ്റ. പക്ഷെ ഇപ്പൊ എടുക്കാൻ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇൻഷാല്ലാ എടുക്കും. അപ്പൊ 2018 ഓൺഷിപ്പ് വരുന്നത് സിംഗിൾ ഓൺഷിപ്പ്. കിലോമീറ്ററോ 80,000 കിലോമീറ്റർ. 80,000 കിലോമീറ്റർ. റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഹിസ്റ്ററി പക്കാണ്. ഓക്കെ, ലാസ്റ്റ് ഫൈനൽ നമുക്കൊരു 8,75,000 രൂപ കൊടുക്കും. 8,75,000 രൂപയ്ക്ക് 2018 SX ഓട്ടോമാറ്റിക് ഡീസൽ 1.6 മോഡൽ. ഓക്കെ, നമുക്ക് ഇവിടെ പോണേ മുന്നേ നമുക്ക് 2 ഫോർച്യൂണർ എന്ത് കാണിച്ചു കൊടുക്കാം. കാരണം 2 ഗജകില്ലാടി വീരന്മാരിങ്ങനെ ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ ഒരു പ്രശ്നം വരും. ടൊയോട്ടന്റെ കില്ലാടി ഫോർച്യൂണർ ഏതാ മോഡൽ വരുന്നത്? 2013-14 മോഡൽ. 2 വീൽ ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. 2 വീൽ അല്ല, മാനുവൽ ആണ് വരുന്നത്. സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വണ്ടി, 1 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. മാനുവൽ ആണ് വരുന്നത്. ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. ഇന്ത്യയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു അത്യാവശ്യം റഫ് യൂസിംഗ് ഒന്നും ഇല്ലാന്ന്. സിംഗിൾ ഓണർഷിപ്പ്. അപ്പൊ എത്ര കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട്? ഇത് 1 ലക്ഷം കിലോമീറ്റർ. 1 ലക്ഷം കിലോമീറ്റർ. 13-14 1 ലക്ഷം കുഴപ്പമില്ലാത്ത. 13 സിംഗിൾ, ഒരു റീപ്ലേസ്മെന്റ്, ഒരു ടച്ചപ്പ്, ഹിസ്റ്ററി പക്കാണ്. അപ്പോ മാനുവൽ ആണ് വരുന്നത്. അപ്പൊ കേരള ആയിട്ടില്ല, ഇത് മറ്റേ HR ആണുള്ളത്. വിത്ത് NOC ആണ് കൊടുക്കുന്നത്. അപ്പൊ ലാസ്റ്റ് ഫൈനൽ പൈസ എത്രയാണ്? ലാസ്റ്റ് 10,10,000 രൂപ കൊടുക്കാം. 10,00,000. ആ 10,000 കൂടെ ഒഴിവാക്കിയൂടെ? അല്ല, അത് നമുക്ക് അത്ര റേറ്റ് എടുത്താണ്, കാരണം ക്വാളിറ്റി അനുസരിച്ച് എടുത്താണ്. ഇനി കുറച്ച് റേറ്റ് ജാസ്തി, ഭയങ്കര ക്വാളിറ്റി ചെയ്ത് നമ്മുടെ റേറ്റ് കൂട്ടിയെടുത്ത് 10,10 ലാസ്റ്റ് ഫൈനൽ ചെയ്തു തരും. ഓക്കെ, ഞാൻ അതേപോലെ തന്നെ ഈ ഒരു ഫോർച്യൂണർ ഏതാ മോഡൽ വരുന്നത്? ഇത് 2015-16 4x4 ഓട്ടോമാറ്റിക്. 4x4 60,000 കിലോമീറ്റർ ഓടിയുള്ളൂ. 60,000 കിലോമീറ്റർ. 2015-2016 60,000 കിലോമീറ്റർ ഓടിച്ച ഓൺഷിപ്പ് ആയിരുന്നത്. ഓൺഷിപ്പ് ഇത് സെക്കൻഡ് ആഴ്ച കേരള നമ്പറായി.
ഇത് KL13 നമ്പർ ആക്കിയിട്ടുണ്ട്. KL13 നമ്പർ, കേരള നമ്പർ ആക്കിയിട്ട് നമ്പർ ആക്കിയിട്ട് നമുക്ക് ലാസ്റ്റ് ഫൈനൽ എത്ര കൊടുക്കും? 17.75 കൊടുക്കാം. 17.75, 17,75,000 ലാസ്റ്റ് ഫൈനൽ. ഇതാ ഫോർച്യൂണർ, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി. ഓക്കെ, ഇനി അതേപോലെ തന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് നെക്സ്റ്റ് ഒരു ക്രിസ്റ്റന്റെ ഒരു സെക്ഷൻ ആണ് വരുന്നത്. ക്രിസ്റ്റ ഏതാ മോഡൽ വരുന്നത്? ഇത് 2019 V ഓപ്ഷൻ, 2019 V ഹൈ ക്വാളിറ്റി. ഓൺഷിപ്പ് സിംഗിൾ ഓൺഷിപ്പ്. കിലോമീറ്റർ 1,25,000 കിലോമീറ്റർ. 1,25,000 കിലോമീറ്റർ അല്ലേ? 7 സീറ്റർ ആണ് വരുന്നത്. 7 സീറ്റർ. റീപ്ലേസ് ഒന്നുമില്ല. എന്താണ് ലാസ്റ്റ് മഹറത്രാണ്? ലാസ്റ്റ് 15,15,000 രൂപ. 15,15,000 രൂപ. ഈ 10,10,000 15,15,000 പറയുമ്പോ അല്ല, നമ്മുടെ റേറ്റ് ആകുമ്പോൾ അത്ര ചെറിയൊരു പ്രോഫിറ്റ് എടുത്ത് കൊടുക്കുന്ന പരിപാടി. ഓക്കെ, നല്ല വൃത്തിയുള്ള വണ്ടി, ക്വാളിറ്റിയുള്ള വണ്ടികളാണ് ഇപ്പൊ കാണുന്നത്. ഓക്കെ, ഇനി അതേപോലെ തന്നെ ഈ ഒരു ക്രിസ്റ്റ, ഇത് 2018 ഡിസംബർ Z ഓട്ടോമാറ്റിക് ആണ്. 2018 ഡിസംബർ Z ഓട്ടോമാറ്റിക്. 1,25,000 കിലോമീറ്റർ ഓടിനി. 1,25,000 കിലോമീറ്റർ. സിംഗിൾ ഓണർഷിപ്പ്, തേർഡ് ഓൺഷിപ്പ് ഉണ്ട്. 7 സീറ്റർ. 7 സീറ്റർ. റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ പക്കാണ്. ഓക്കെ, ലാസ്റ്റ് നമ്മൾ എത്ര കൊടുക്കുക? 14,80,000 കൊടുക്കാം. 14,85 കൊടുക്കാം. 14,80,000 ലാസ്റ്റ് ഫൈനൽ ആയിട്ട് കൊടുക്കാം. ഓക്കെ, നല്ല വൃത്തിയുള്ള ഒരു കളർ. ഓക്കെ, ഇനി അതേപോലെ തന്നെ ഈ ഒരു ക്രിസ്റ്റ നമ്മൾ വരുന്നത് Z ഓട്ടോമാറ്റിക്. 2016-17 7 മാസം ഡെലിവറി വണ്ടി. 2016-2017. ഓക്കെ, ഓൺഷിപ്പ് വരുന്നത് സിംഗിൾ ഓൺഷിപ്പ്. കിലോമീറ്ററോ? 1,80,000 കിലോമീറ്റർ. ഏതാ ഓപ്ഷൻ വരുന്നത്? Z ഓട്ടോമാറ്റിക്. റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ഹൈ ക്വാളിറ്റി വണ്ടി, ഒരു 7 സീറ്റർ വണ്ടി തന്നെ. നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. അത്യാവശ്യം ടയർ, അത്യാവശ്യം നല്ല വണ്ടിയാ. നല്ല വണ്ടി. ഓക്കെ, ലാസ്റ്റ് അത് 13,60,000 രൂപ കൊടുക്കാം. 13,60,000 ഒക്കെ വിത്ത് NOC അല്ലേ പറയുന്നത്? വിത്ത് NOC 13,60,000 രൂപയ്ക്ക്. ഞാൻ അടുത്തത് 2019 മോഡലാണ്. ഇല്ല, 2019 അല്ല, 2016 മോഡല്. 2016 മോഡല്. 2016 മോഡല് 2 ലക്ഷം കിലോമീറ്റർ ഓടിന്, സിംഗിൾ ഓണർഷിപ്പ്. നമുക്ക് ഇത് വെറും എത്ര കൊടുക്കും? ഓപ്ഷൻ വരുന്നത് 12 ലക്ഷം. Z ഓട്ടോമാറ്റിക്. 2016 Z ഓട്ടോമാറ്റിക്. 2 ലക്ഷം കിലോമീറ്റർ ഓടിയ ഒരു തെറ്റ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. പക്ഷെ കറക്റ്റ് സർവീസ് ആണ്. പക്ക ഹിസ്റ്ററിയാണ്. അപ്പൊ ഇത് ലാസ്റ്റ് ഫൈനൽ എത്ര പ്രൈസ്? ലാസ്റ്റ് 12,70,000 കൊടുക്കും. 12,75 ഈ ഒരു ക്രിസ്റ്റ്യൻ നിർത്തി. ഓക്കെ, ഞാൻ അതേപോലെ തന്നെ ആ ഒരു ഫോർച്യൂണർ. ഇത് 2015 മോഡൽ 4x4 മാനുവല്. 2015 4x4 മാനുവല്. ഓൺഷിപ്പ് ഇത് സെക്കൻഡ് ഓണർഷിപ്പ്. കിലോമീറ്ററോ? 1,20,000 കിലോമീറ്റർ. സർവീസ് ഉള്ള വണ്ടിയാണ്. ഹിസ്റ്ററി പക്കാണ്. റീപ്ലേസ് എന്തെങ്കിലും? റീപ്ലേസ്മെന്റ് ഫ്രണ്ട് ഗ്ലാസ് ക്രാക്ക് വന്നിട്ടുണ്ട്, അത് റീപ്ലേസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഫ്രണ്ട് ഗ്ലാസ് മാത്രം നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പൊ ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ട് ലാസ്റ്റ് ഫൈനൽ എങ്ങനെ? നമുക്ക് 10,45 കൊടുക്കാം. 10,70,000 രൂപയ്ക്ക് 10,75 ഫൈനൽ ആയിട്ട് കൊടുക്കാം. ഓക്കെ, താറ്. ഇത് എന്റെ വണ്ടിയാണ്. ഇപ്പൊ നമുക്ക് സെയിൽ കൊടുക്കാൻ വിചാരിക്കുന്നുണ്ട്. വേറെ നമുക്ക് ഇതൊക്കെ. അപ്പൊ മൂപ്പര വണ്ടി ആയതുകൊണ്ട് തന്നെ താർ നിങ്ങൾ എത്ര മാർക്കറ്റിൽ പോയിട്ട് അന്വേഷിച്ചോളി, ആ റേറ്റിനെക്കാളും കുറച്ചിട്ട് മൂപ്പര് തരുന്ന പറഞ്ഞത്. കൊടുക്കും. ഇതിന്റെ റേറ്റ് ഞാൻ പറയില്ല, വിളിക്കട്ടെ, ഞാൻ പറഞ്ഞോളാം. റേറ്റ് മോഡൽ വരുന്നത് 2023 ഡിസംബർ വണ്ടി, 12,000 കിലോമീറ്റർ ഓടിയുള്ളൂ. ഇത് ഒരു സ്ക്രാച്ച് 4x4 മാനുവല്. സെറാമിക് ചെയ്തിട്ട് അങ്ങനെ വെക്കലാ എല്ലാ വർഷവും. ഒന്നും ചെയ്യുന്നില്ല, ഉപയോഗമൊന്നുമില്ല, വളരെ കുറവാ. തുച്ഛമായ ഉപയോഗമുള്ളൂ. പ്രൈസ് ഞാൻ വിളിക്കും പറയാതെ. നമ്മൾ സ്വന്തം വണ്ടിയാണ്ടേ ആലോചിക്കണം. ഈ ഒരു ക്രിസ്റ്റ വരുന്നത് ഇത് 2019 GX ഓട്ടോമാറ്റിക് 60,000 കിലോമീറ്റർ ഓടിയ വണ്ടി. 2019 GX 60,000 കിലോമീറ്റർ ഓടിയാണ്. ഓട്ടോമാറ്റിക് GX ആണ് വരുന്നത്. ഓട്ടോമാറ്റിക് വണ്ടി. ഓണർഷിപ്പ് ഇത് സെക്കൻഡ് ഓണർഷിപ്പ്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ പീസ്. 60,000 കിലോമീറ്റർ ഓടിയുള്ളൂ. എവിടെ പക്കയാണ്. ആ കാര്യത്തിലൊന്നും ടെൻഷൻ അടിക്കണ്ട. ലാസ്റ്റ് ഫൈനൽ എത്ര വേണ്ടത്? ലാസ്റ്റ് ഫൈനൽ 14,80,000 രൂപ. 14,80,000 ഈ ഒരു ക്രിസ്റ്റ നമുക്ക് ഇറക്കാം. ഓക്കെ, ഈ ഒരു ക്രിസ്റ്റ നമ്മൾ വരുന്നത് 2020 ലാസ്റ്റ് BS6 GX മോഡല്. ഇതും GX മോഡൽ തന്നെയാണ്. 2020 മോഡലാണ്. 8 സീറ്റർ ആട്ടാ. ഓൺഷിപ്പ് 8 സീറ്റർ ആണ്. സിംഗിൾ ഓണർഷിപ്പ്. കിലോമീറ്ററോ? 1,30,000 കിലോമീറ്റർ ഓടി. 1,30 ഓടിയിട്ടുണ്ട്. ഹിസ്റ്ററി പക്കാണോ? ഹിസ്റ്ററി പക്കയാണ്. റീപ്ലേസ് എന്തെങ്കിലും? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി. ലാസ്റ്റ് എത്രയാണ്? നമുക്ക് 14,60,000 രൂപ കൊടുക്കാം. 14,60,000 കൊടുക്കാം. കുഞ്ഞ വണ്ടികള് അതുള്ള നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടികളാണ്. ഫോർച്യൂണർ ആണെങ്കിലും ക്രിസ്റ്റ ആണെങ്കിലും ക്രെറ്റ ആണെങ്കിലും അതേപോലെ തന്നെ താറ് മൂപ്പരെ പേഴ്സണൽ ആയിട്ട് വിളിക്കണം എന്നാണ് പറഞ്ഞത്. അപ്പം ശംസീർ ബ്രോ ഓൾമോസ്റ്റ് നമ്മളൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പൊ അവര് വിളിക്കുമ്പോൾ നമ്മൾ പറഞ്ഞ പ്രൈസിനെ കാട്ടി എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾ കൊടുക്കുക. പിന്നെ അവർക്ക് ഇപ്പം
ഇപ്പൊ ഷോറൂമിലേക്ക് പോകുമ്പോൾ ചെക്ക് ചെയ്യാനുള്ള അതിന്റെ എല്ലാ അവസരവും ചെയ്തു കൊടുക്കും. അപ്പൊ സത്യം പറഞ്ഞാൽ ഒരു 2 ആഴ്ച മുന്നേ നമ്മളോട് വീഡിയോ ചെയ്തിട്ട് ഇത്രക്ക് നല്ല റെസ്പോണ്ട് ഉണ്ടായിട്ടാണ് 2 ആഴ്ചത്തിന് ശേഷം പുതിയ വണ്ടികൾ ഫുള്ള് സ്റ്റോക്ക് കയറിയത്. അപ്പൊ എന്തായാലും ഷംസുൽ ബ്രോന്റെ നമ്പർ അടിയിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ വേഗം വിളിച്ചോളൂ. ഇതാ കാർ ക്ലബിലേക്ക് വേഗം വന്നോളൂ, മിസ്സാക്കണ്ട. കറക്റ്റ് സ്പോട്ട് എവിടെ പറഞ്ഞത്? കണ്ണൂർ അഴീക്കോട് പുതുപ്പാറ. അത്ര. അപ്പോൾ തൽക്കാലം ബൈ.